ുണ്ട്. എന്തായിരുന്നാലും ഇന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞ ഒരു വിഷയം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് എല്ലാ മുസ്ലിം പുരോഹിതന്മാരുടെയും ആശയവും അഭിപ്രായവും അത് തന്നെയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പറ്റുമോ ഇല്ലേ, ഇതാണ്. അപ്പം ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കണ്ടു. അതായത് പഠിച്ചോ, പക്ഷേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില അതിർവരമ്പുകളുണ്ട്, അത് ലംഘിക്കരുത് എന്നാണ്. ആ അതിർവരമ്പുകൾ ലംഘിച്ചാലേ മുസ്ലിം സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കൂ. അവൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കണം, മതപരമായത് തെറ്റ്. പുരുഷ അധ്യാപകർ പഠിപ്പിക്കണം, തെറ്റ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഇടകലർന്ന് പഠിക്കണം, തെറ്റ്. മതപരമായ വിദ്യാഭ്യാസമല്ല നേടുന്നത്, തെറ്റ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തമായി ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, അവർ സ്വതന്ത്രരാകുന്നു. ഇതൊക്കെ മതപരമായി നോക്കുമ്പോൾ തെറ്റാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച അതിർവരമ്പുകൾ ഇത്രയേ ഉള്ളൂ. കക്ഷത്തിരിക്കുന്നത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. അതായത് ഞങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നവരാണ് എന്ന് പറയുന്നില്ല. ഖുർആൻ 23 വർഷ കാലഘട്ടങ്ങളില് ഘട്ടം ഘട്ടമായി ജിബ്രീൽ എന്ന മാലാഖ മുഖേന പ്രവാചകൻ ഇറങ്ങിയ ഗ്രന്ഥമാണ്. അതിനകത്ത് സന്ദർഭോചിതമായി അവസരങ്ങൾക്ക് അനുഗുണമായി അള്ളാഹു ഇറക്കിയ നിയമാവലികൾ, നിയമനിർദ്ദേശങ്ങൾ, താക്കീതുകൾ, കൽപ്പനകൾ, നിരോധനങ്ങൾ, പ്രലോഭനങ്ങൾ, ഭീഷണികൾ, കൽപ്പനകൾ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. 114 അധ്യായങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ ഗ്രന്ഥം ഏതാണ്ട് ചെറുതും വലുതുമായി മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ഒരു മതനിയമം എടുത്താൽ അതിന്റെ ബാക്കിക്ക് മുഴുവനും പരതേണ്ടി വരും. അങ്ങനെ ചിന്നിച്ചിതറിയാണ് ഈ ഖുർആൻ കിടക്കുന്നത്. അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ബുഖാരി ഹദീസ് എഴുതിയപ്പോഴും അതുപോലെ തന്നെ ചിന്നിച്ചും ചിതറിച്ചും തന്നെയാണ് എഴുതിയത്. ഏറ്റവും വലിയ അധ്യായം ബക്കറ അഥവാ പശു, 286 വചനങ്ങളാണ് അതിനകത്തുള്ളത്. രണ്ടാമത്തെ അധ്യായത്തിന്റെ ഭാഗത്താണ് പശു ഉള്ളത്. ഏറ്റവും ചെറിയ വചനമുള്ള 3 വചനങ്ങൾ മാത്രമുള്ള ഒരു അധ്യായമുണ്ട്, ഏറ്റവും ചെറുത്, അതാണ് കൗസർ. 108ാം സ്ഥാനത്താണ് ഈ കൗസർ സ്ഥലം പിടിച്ചിരിക്കുന്നത്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വായന എന്നാണ്. ഖറഅ വായിച്ചു, യഖറഉ വായിക്കുന്നു, വായിക്കുക. എന്താണ് വായിക്കേണ്ടത്? ഇവര് പറയുന്നു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഏത് വിദ്യാഭ്യാസത്തിന്? എന്തു വായിക്കാനാണ് ഖുർആൻ പറഞ്ഞത്? പ്രവാചകൻ ജീവിതത്തിന്റെ വ്യാപാരങ്ങൾക്കിടയിൽ നിന്ന്, ഇത്തരം വ്യവഹാരങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് ഒറ്റയ്ക്ക് മാറിയിരുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണമെന്ന് തോന്നി. അങ്ങനെ പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ പ്രവാചകനോട് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള മലക്കാണ്, നിന്നേതാ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ പ്രവാചകനോട് പറയുന്നു, ഇഖ്റ. ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്കുന്ന. മുഹമ്മദ് നബി ജിബ്രീലിനെ നോക്കി, എന്തോ ഈ പറയുന്നത്, എന്തോ വായിക്കാൻ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഞാൻ നിങ്ങളിൽ നിന്നും അക്ഷരാഭ്യാസം ഇല്ലാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ ഇതിനു മുമ്പ് അവന്റെ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്നൊക്കെയാണ് ഖുർആൻ തള്ളിമറിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എഴുത്തും വായനയും അറിയാത്ത ഇയാളോട് വന്നിട്ട് ജിബ്രീൽ പറയാണ് വായിക്കുക. ഒന്നുകിൽ ഈ പറയുന്നവന് നബിക്ക് വായിക്കാൻ അറിയില്ല എന്നറിയില്ല, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടവൻ അറിയില്ല. അങ്ങനെ വായിക്കാൻ പറയുന്നു. അപ്പോ ഇദ്ദേഹം പറയുന്നു, മാ നബിക്കാരീൻ, ഞാൻ വായിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല, എനിക്കറിയില്ല. അപ്പൊ പിന്നെയും പറയുന്നു, വായിക്കേ. ചേട്ടാ ഇതെന്തൊരു പാട്, എനിക്കറിയത്തില്ലെന്നേ. 3ാമത്തെ പ്രാവശ്യം കൊങ്ങയ്ക്ക് പിടിച്ച് അങ്ങോട്ട് ഞെക്കി. അപ്പൊ അയാളും പറഞ്ഞു, ഇഖ്റ, നീ അങ്ങ് വായിക്ക്. ഇതാണ് ഖുർആനിന്റെ ആരംഭം. എന്നിട്ട് ആ കാലഘട്ടത്തിൽ അതിനുശേഷം മുഹമ്മദ് നബി ആരായി? നബിയായി. അള്ളാഹു തെരഞ്ഞെടുത്ത ദൈവിക ദൂതനായി മാറി. ഈ ദൈവദൂതൻ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കടന്നു വന്ന ഒരുപാട് പ്രശ്നങ്ങൾ,
ഒരുപാട് സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം കാര്യങ്ങൾക്ക് വിധി കൽപ്പിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇങ്ങനെ മിണ്ടാതെ ഒരിടത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോഴേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറയണ്ട മുഹമ്മദേ ഇതങ്ങ് പറഞ്ഞു. ശരി. ഈ മലക്കിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ നബി ഇങ്ങനെ വിയർക്കാൻ തുടങ്ങും. വന്നു വന്നു വന്നു. അപ്പൊ ആൾക്കാർ ഇടാ എന്ത് മിണ്ടല്ലേ, നബി മലക്ക് വന്നിട്ടുണ്ട് മിണ്ടല്ലേ. ആ ആ ആ ആ ശരി ശരി ശരി. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവരെ നോക്കിയിട്ട് പറയും അയാൾ പോയി കേട്ടാ, വന്നിട്ട് എന്നോട് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഉടായിപ്പൊക്കെ ഈ കാലത്തായിരുന്നെങ്കിലേ സോഷ്യൽ മീഡിയ പൊളിച്ചട്ടിക്ക് കയ്യിൽ കൊടുത്തേനേട്ടാ. ഇപ്പം പൊളിച്ചടുക്കുന്നതിൻ്റെ 100 മടങ്ങ് അന്നുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചടുക്കുകയാണ്. ഇവിടെ നിന്ന് ഒരുത്തൻ കാൽനടയായിട്ട് ഹജ്ജിന് പോയി. പാതി വഴി എത്തിയപ്പോൾ ഈ യൂട്യൂബ് ഹാജി പടച്ചോനെ കണ്ടത്രേ. അതിന് പടച്ചോനെ ഇയാളതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ, ഇത് പടച്ചോനാണെന്ന് തിരിച്ചറിയാൻ? കൂടെ പോയ യൂട്യൂബേഴ്സും മറ്റാൾക്കാരും ഒക്കെ പെട്ടെന്ന് മൊബൈലും ക്യാമറയും ഒക്കെ തപ്പിയെടുത്തപ്പോഴേക്കും പടച്ചോൻ അങ്ങ് പോയി. പടച്ചോൻ പോയി. ഇവർക്കറിയാം പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹം ഇവരാണെന്നും നമ്മൾ എന്തുരുട്ടിക്കൊടുത്താലും അവര് തൊള്ള തൊടാതെ വിഴുങ്ങുമെന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ മലക്ക് എന്ന ഉഡായിപ്പിലൂടെ നബിയുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ആ ജനതയ്ക്ക് മേൽ കെട്ടിവെക്കുകയായിരുന്നു എന്ന് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി പറയാണ്, അള്ളാഹു എന്നോട് പറയാണ്, നബിയെ താങ്കൾ അവരോട് പറയൂ. കുൽ കുൽ കുൽ. ഈ കുല്ലാരാ? കുല്ലെന്ന് പറഞ്ഞാൽ പറയുക. മുഹമ്മദേ നീ അവരോട് പറയ്. അള്ളാഹുവിന് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് അള്ളാഹു ഒരു മീഡിയയെ ഇറക്കി മുഹമ്മദ് നബി, അത്ര ഉള്ളു കാര്യം. അങ്ങനെയാണ് ഇക്കണ്ട നിയമങ്ങളും മൊത്തവും വന്നത്. ഇതായി പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് ഒരു സംഭവം കേൾക്കുന്നു, അതല്ലെങ്കിൽ കാണുന്നു, അറിയുന്നു, വായിക്കുന്നു. ശരി, നമ്മൾ ചെന്ന് വേറൊരാളോട് പറയുമ്പോൾ ഒരല്പമൊക്കെ കൂടിയും കുറഞ്ഞുമൊക്കെ പോകത്തില്ലേ? അവര് ചെന്ന് മറ്റുള്ളവരോട് പറയുമ്പോഴോ അപ്പോഴും പോകും. ഇത് കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം നബി പറഞ്ഞു, അതാര് കേട്ടു? ഇന്ന ആള് കേട്ടു. അവരിൽ നിന്ന് ആര് കേട്ടു? ലവര് കേട്ടു. ലവരിൽ നിന്നും ലിവര് കേട്ടു. ലിവരിൽ നിന്നും ലവൻ കേട്ടു. ലവനിൽ നിന്നും മറ്റവൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞു കേട്ടു, പറഞ്ഞു കേട്ടു, പറഞ്ഞു കേട്ടു. ഈ എഴുതിയ പുസ്തകമാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള ഈ ഖുർആൻ. മനസ്സിലായോ? അല്ലാതെ ഈ ചുമന്ന ചട്ടയിലും പച്ച ചട്ടയിലും ഒന്നും അള്ളാഹു ആകാശത്ത് നിന്ന് നേരിട്ട് ഇറക്കി കൊടുത്തതല്ല. ഇങ്ങനെ നബി ഇത് ജിബ്രീൽ വന്ന് ഓതി കൊടുക്കുന്ന ഉടനെ തന്നെ നബി ഇങ്ങനെ ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ധൃതി പിടിക്കുമായിരുന്നു അത്ര, കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു പറയാണ്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. എന്തിനാ ധൃതി കാണിക്കുന്നതിന്റെ നാവിനെ ചലിപ്പിക്കാൻ? പെട്ടെന്ന് കാണാതെ പഠിച്ചെങ്കിലല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നായിരിക്കും നബി ഉദ്ദേശിച്ച. എന്തായാലും മൊത്ത ഉടായിപ്പല്ലേ, ഇതും കൂടെ നമുക്കങ്ങ് വിശ്വസിച്ചേക്കാം. അങ്ങനെ നബി ഇത് അനുചരന്മാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. നബി അങ്ങ് മരിച്ചു. നബി മരിച്ച് 100 കൊല്ലങ്ങൾക്ക് ശേഷം പറഞ്ഞു കേട്ടു, പറഞ്ഞു കേട്ടു, പറഞ്ഞു കേട്ടു എന്നുള്ള രൂപത്തിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് മതനിയമങ്ങളായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടുന്നതൊക്കെ. കർമ്മശാസ്ത്രവും ഹദീസുകളും ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും സബബുൻ നുസൂലുകളും ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലങ്ങളും ഒക്കെ നബി ആരോടും പറഞ്ഞു കൊടുത്തതല്ല. മനസ്സിലായില്ലേ കാര്യം? അങ്ങനെ ഇതൊക്കെ ആരോ എഴുതി. ഇത് പ്രൂവ് ചെയ്യേണ്ടത് ആരാ? നബിയാണ്. നബിക്കാണല്ലോ ഇത് ഇറങ്ങിയത്. ഈ ഖുർആൻ നബി കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോ, തന്തയ്ക്ക് വിളിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഈ ഖുർആൻ നബി കണ്ടിട്ടില്ല. ഉസ്മാൻ കത്തിച്ചു കളഞ്ഞതും അബൂബക്കർ കത്തിച്ചു കളഞ്ഞതും ആട് തിന്നതും പ്രവാചകന്റെ അനുചരന്മാർ വിഴുങ്ങിയതുമൊക്കെ കഴിഞ്ഞ് ബാക്കിയായ ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത്. ദുർനടപ്പുകാരായ വിവാഹിതർ, അവരെ എറിഞ്ഞു കൊല്ലണം എന്ന് ഖുർആൻ വചനം മുമ്പ് ഖുർആനിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ആദം സന്തതികൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയാൽ ഒരു താഴ്വര കൂടി കിട്ടാൻ അവൻ ആഗ്രഹിക്കുമെന്നും
മണ്ണിനല്ലാതെ ആദം സന്തതികളുടെ വായ നിറയ്ക്കാൻ സാധിക്കില്ല, വയറ് നിറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ ഇത് നിലവിലുണ്ട്. പിന്നെ 10 പ്രാവശ്യം മുല കുടിക്കണമെന്നും പ്രായപൂർത്തിയായി കഴിഞ്ഞാലും ശരി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ 5 തവണ മുല കുടിക്കണമെന്നും ഒക്കെ പറയുന്ന ഖുർആൻ വചനങ്ങൾ നബി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവാചകനിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അത്തരം വചനങ്ങളൊക്കെ ഖുർആനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന ഖുർആനിൽ അതൊന്നും ഇല്ല എന്നും പറയുന്ന ഹദീസുകൾ, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞ, കാരണം ഖുർആനോളം തന്നെ പ്രാധാന്യമുള്ള ഹദീസുകൾ, അതൊക്കെ ഇന്നത്തെ നമ്മൾ വായിക്കുന്ന ഹദീസ് പുസ്തകത്തിനകത്താണ്. ഇനി വരുന്ന ജനറേഷൻ ചിലപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ പുരുഷന് 10 തവണ മുലയൂട്ടേണ്ടതിന്റെയും ഒക്കെ ആയത്തുകൾ പ്രവാചകന് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ അത് കാണാതെ പഠിച്ചു, ആരോ എഴുതി വെച്ചു, അത് ആയിഷയുടെ തലയണയുടെ അടിയിൽ കൊണ്ടുവച്ച് ഖുർആനായത്താണ്. നബി മരിച്ചു കിടന്ന സമയത്ത് എല്ലാവരും കൂടി ചർച്ചയാണ്, ഇനി ആരാണ് അടുത്ത ഭരണാധികാരി. മയ്യത്ത് മറമാടാനല്ല അവർ ശ്രമിക്കുന്നത്. അതിനിടയിൽ നോക്കിയപ്പോൾ പാത്തുമ്മയുടെ ആട് പോലെ ആയിഷാന്റെ ആട് ഓടി വന്നു. ആയിഷാന്റെ മുറിയിലേക്ക് കയറി തലയണയൊന്ന് കൊമ്പ് കൊണ്ടൊന്ന് പൊക്കി അതിന്റെ അടിയിലിരുന്ന ഈ ഖുർആനായത്തുകൾ എടുത്ത് തിന്നിട്ട് അവിടുത്തെ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെ നമ്മളങ്ങ് വിശ്വസിച്ചോണ്ട്, ഇത്രയും വിശ്വസിച്ചില്ലേ? അപ്പോ പ്രവാചകന്റെ മരണത്തിൽ ഞങ്ങൾ അസ്വസ്ഥരായെന്നും, അങ്ങനെ ഈ ഖുർആൻ വചനങ്ങൾ, അതായത് 10 തവണ മുല കുടിച്ചാലാണ് ബന്ധം സ്ഥാപിതമാകുന്നത്, 5 തവണ മുല കുടിച്ചാലാണ് ബന്ധം സ്ഥാപിതമാകുന്നത് എന്ന ഖുർആൻ വചനങ്ങൾ ഞാൻ എൻ്റെ തലയണയുടെ അടിയിൽ വെച്ചു. ദൂതൻ മരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ആകെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വസ്ഥരായി. അപ്പോൾ ആ മെരുക്കിയ ആട് വന്ന കടലാസ് തിന്നു എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. 3-ാം വോള്യം 9-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 1944. ഇനി വിളിക്കട തന്തയ്ക്ക്, വിളിക്ക് തന്തയ്ക്ക്, ഈ ഗ്രന്ഥങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസ് പുസ്തകത്തിനകത്തുണ്ടോ എന്ന് ഏതെങ്കിലും ഉസ്താദന്മാരോട് പോയിട്ട് ചോദിക്കുക. ഇതേ ഹദീസ് തന്നെ മുസ്ലിം ഉദ്ധരിക്കുന്നു, 1453-ാമത്തെ ഹദീസ്. നസായി ഉദ്ധരിക്കുന്നു 3320-ാമത്തെ ഹദീസ്. ബുഖാരി ഉദ്ധരിക്കുന്നു 6829-ാമത്തെ ഹദീസ്. ഈ ഹദീസുകളൊക്കെ ഇന്ന് വിശ്വാസ പ്രമാണങ്ങളായി മുസ്ലിം ലോകം നെഞ്ചിലേറ്റുന്നതാണ്. അയ്യോ നിയാസ്, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ മതത്തെ വിട്ടുതരത്തില്ല, നീ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. ആര് പറഞ്ഞു നിനക്കൊക്കെ നിന്റെയൊക്കെ മതം ഇവിടെ ആർക്കെങ്കിലും വേണമെന്ന്?